ഗാർഗി വചക്കനുവി. കേട്ടിട്ടുണ്ടാവും ഈ പേര്. ഇത് വായിക്കാതെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വചക്കനുവി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാജ്ഞവൽക്യൻ, ഇനി നീ ചോദിച്ചാൽ നിന്റെ കഴുത്തി ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിമൻസ് ലിബറേഷൻ്റെ ഒരു നേതാവ്, ഒരു പെണ്ണുപിള്ളയുണ്ട്, രാവിലെ റേഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില സാധനമൊക്കെ തപ്പിയിട്ട്, എവിടുന്നാണെന്നൊന്നും പറയില്ല, ഉപനിഷത്തിലൊന്നും അങ്ങനെയില്ല. പിന്നെ നിങ്ങളുടെ കുറേ കവികളുണ്ട്. അടുത്ത കാലത്ത് ഒരു കവിത തന്നെ ഈ ഗാർഗിയെയും യാജ്ഞവൽക്യനെയും പറ്റി പ്രീ ഡിഗ്രിക്കാർക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇല്ലേ? എന്താ കവിതയുടെ പേര് ഓർക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത കാലത്ത് മലയാള അധ്യാപകരുണ്ടോ? ഈ കൂടെ ഇല്ല. ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിലും മിണ്ടുകയില്ല, കാരണം പഠിപ്പിച്ചാണെങ്കിലും ഓർമ്മയൊന്നും കാണുകയില്ല. പഠിപ്പിക്കുമ്പോൾ ഉള്ള ഗൈഡ് നോക്കിയൊക്കെ പഠിപ്പിക്കും. ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അപ്പോ അതിനകത്ത് ഗാർഗി പുലയവനിതയാണ്, യാജ്ഞവൽക്യൻ ബ്രാഹ്മണനാണ്. ഇതൊരു മഹാപരാധ ചെയ്തു വെക്കുന്നത്. കവിയുടെ പേര് സച്ചിദാനന്ദൻ എന്നാണ്. കവിത എഴുതിയിരിക്കുന്നത് യാജ്ഞവൽക്യന്റെ മുന്നിൽ. ഗാർഗി എഴുതാൻ പേനയൊന്നുമില്ല ഗാർഗിക്ക്, അതുകൊണ്ട് കരി കൊണ്ട് കവിത എഴുതി കളം വരച്ചു. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്ത് മുഴുവൻ അത് കേൾക്കുന്ന കുട്ടികളെടുത്ത് കത്തിക്കും. ആ രീതിയിലൊരു കവിതയാണ്. എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ കഥ കിട്ടിയത്? ഏത് അവലംബമാക്കിയാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഈ പുതിയ സാഹിത്യകാരന്മാരൊക്കെ ആ പുസ്തകം വായിക്കാതെ എഴുതും. അങ്ങനെ ഒരു നോവലിസ്റ്റ് ഉണ്ട് നമുക്ക്, വളരെ പ്രസിദ്ധനാണ്. അതായത് കുന്തിക്ക് വിറകുവെട്ടുകാരനിൽ പിള്ളേരുണ്ടായി. മഹാഭാരതത്തിൽ അങ്ങനെയില്ല. കുതിരക്കാരനിലുണ്ടായി. ആ ഊഴം എത്രാമത്തെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? സ്വന്തം ഭാവനയെ വല്ലതും എഴുതാനില്ലാതായാലും ഇങ്ങനെ മോഷ്ടിക്കുമ്പോൾ അത് നേരാൻ വണ്ണം എഴുതിക്കൂടെ? ഇതൊക്കെ കുന്തി നമ്മളോട് പറഞ്ഞില്ല. തന്തയുടെ പേര് തള്ളയാ പറയേണ്ടത്. വ്യാസനും പറഞ്ഞില്ല. ഇങ്ങേരുടെ ഭൂതക്കണ്ണാടി വെച്ച് അന്ന് കുന്തിയുടെ ഉറക്കറയിൽ ആരുണ്ടായിരുന്നു എന്ന് ഇത്ര കൃത്യമായി കണ്ടുപിടിച്ചതിന് കൊടുത്തു തോന്നുന്നു. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത. കാരണം ഇതൊരു ദിവ്യദൃഷ്ടിയാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുന്ന കാലമാണ് ഇത്. വചക്കനുവിൻ്റെ മകളാണ് ഗാർഗി. പുലയവനിതയൊന്നുമല്ല. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ചർച്ചയുമല്ല അവിടെ. അവിടുത്തെ ചർച്ച ഗംഭീരവുമാണ്. ജനകന്റെ രാജധാനിയിലാണ് ഒരു സ്ത്രീ നിൽക്കുന്നത്. ആചാര്യ ശങ്കരനും മറ്റും ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന ഗാർഗിയാണ് നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ നഭോമണ്ഡലത്തിൽ വേദപണ്ഡിതകളായ ഒട്ടേറെ മന്ത്രങ്ങൾ ദർശിച്ച ഋഷിമാരുണ്ട്. അപാല ആത്രേയി, വിശ്വവാര ആത്രേയി, വാഗംഭൃണി, ഘോഷ, കാക്ഷീവതി, ഇവരൊക്കെ മന്ത്രദ്രഷ്ടാക്കളാണ്. അതുകൂടാതെ ഗാർഗിയും മറ്റുമൊക്കെ വളരെ ഉയർന്ന മേഖലയിലുള്ളതാണ്. ഇനി സാഹിത്യമെടുത്താലും പല പണ്ഡിതകളുമുണ്ട്. കാദംബരി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മഹാശ്വേത വരുന്നുണ്ട്. അന്ന് സ്ത്രീകളും യജ്ഞോപവീതം ധരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി യജ്ഞോപവീതവും ധരിച്ചു തന്നെയാണ് വരുന്നത്. ഉപോത്ബലകമായ തെളിവ് സ്മൃതിയിലുമുണ്ട്. പുരാകൽപീഷു നാരീണാം മൗഞ്ചീബന്ധനമിഷ്യതേ എന്നുണ്ട്. അതൊക്കെ ഉള്ള നാട്ടിലാണ് ഈ തെറ്റൊക്കെ പഠിപ്പിച്ചു വെക്കുന്നത്. പുതിയ തലമുറയെ വർഗീയമായും മതപരമായും ജാതീയമായും ഭിന്നിപ്പിക്കുവാനും മത്സരിക്കുവാനും കൊല്ലാനും കൊല നടത്തുവാനും പ്രേരിപ്പിക്കുകയും
പിന്നീട് ശാന്തി യാത്രകൾ ചെയ്യുകയും. ഇത് രണ്ടും ഒരേ ആളുകളാണ് ചെയ്യുന്നത്. പകരം പഴയ കഥയിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് തെളിവ് സഹിതം നിരത്തണം. മനസ്സിലായില്ല? മനുഷ്യൻ വായിക്കുന്ന നോവലുകളും സീരിയലുകളും കഥകളും സത്യമായ ചരിത്രത്തെക്കാൾ അവൻ്റെ ഹൃദയത്തിൻ്റെ വൈകാരികാംശത്തിൽ സ്പർശിക്കും. ശരിയല്ല? അതിലൂടെ കൊടുക്കുന്ന വിദ്വേഷം ഒരു നാടിനെ കുട്ടിച്ചോറാക്കും. നമ്മുടെ രാഷ്ട്രീയ നായകന്മാരും നമ്മുടെ മതമേലധ്യക്ഷന്മാരും നമ്മുടെ സാഹിത്യകാരന്മാരുമെല്ലാം ഈ മർമ്മമറിയാതെ പ്രയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ നിമിത്തം ഈ നാടിന് വരുന്ന ദോഷം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ പുറകെയാണ് നിങ്ങളുടെ കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ബൃഹദാരണ്യകത്തിലെ ഗാർഗി. അവൾ രംഗപ്രവേശം ചെയ്യുന്നതാണ് 6-ാം അധ്യായത്തിലുള്ളത്, 6-ാം ബ്രാഹ്മണത്തിലുള്ളത്. അത് വജക്നിവിയുടെ വളരെ ഗംഭീരമായൊരു രംഗപ്രവേശമാണ്. വജക്നിവി രംഗത്തേക്ക് വന്നു. ഗാർഗി, ഇക്കാണായതെല്ലാം വെള്ളത്തിലാണ് ഊടും പാവുമായി ചേർന്ന് നിൽക്കുന്നത്. ആ വെള്ളം ഏതിലാണ്? ഓതവും പ്രോതവുമായിരിക്കുന്നത് യാജ്ഞവൽക്യരെ. ഓതവും പ്രോതവും എന്ന് പറഞ്ഞാൽ ഊടും പാവും. നിങ്ങൾ ഉടുത്തിരിക്കുന്നത് വസ്ത്രമല്ല, നൂലാണ്. നൂല് ഊടും പാവുമായി ചേർത്തിട്ട് വസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മറയ്ക്കാം. അതുപോലെയാണ് അന്തരീക്ഷങ്ങളൊക്കെ ഊടും പാവും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജലം ഏതിലാണ് ഊടും പാവുമായിരിക്കുന്നത്? വായുവിൽ. വായു അന്തരീക്ഷലോകങ്ങളിൽ, അന്തരീക്ഷം ഗന്ധർവലോകങ്ങളിൽ, ഗന്ധർവലോകം ആദിത്യലോകങ്ങളിൽ, ആദിത്യലോകം ചന്ദ്രലോകങ്ങളിൽ, ചന്ദ്രലോകങ്ങൾ നക്ഷത്രലോകങ്ങളിൽ, നക്ഷത്രലോകങ്ങൾ ദേവലോകങ്ങളിൽ, ദേവലോകങ്ങൾ ഇന്ദ്രലോകങ്ങളിൽ, ഇന്ദ്രലോകങ്ങൾ പ്രജാപതി ലോകങ്ങളിൽ, പ്രജാപതി ലോകങ്ങൾ ബ്രഹ്മലോകങ്ങളിൽ. ആ ബ്രഹ്മലോകങ്ങളോ? ഇവിടം വരെ ചോദ്യം പോയി. അപ്പോൾ വളരെ സൗമ്യനായി യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗാർഗി, അതിപ്രശ്നമാണ് നീ ചോദിക്കുന്നത്. അത്ര കടന്ന് ചോദിക്കണ്ട. അത് അതിപ്രശ്നമാണ്. നിന്റെ തല വീഴാൻ ഇടവരാതിരിക്കട്ടെ. ഏതൊരു ദേവതയെ ആണോ ചോദിക്കരുതാത്തത് അതിനെ നീ ചോദിക്കുന്നു. നിശബ്ദമായ ഒരു സന്ദർഭത്തിലേക്കാണ് ഇത് കൊണ്ടുപോയത്, സഭയെ ആകെ. കാരണം സൂക്ഷ്മലോകങ്ങളിൽ ഒരിടം വരെ പോകാൻ പറ്റൂ. അവിടം കഴിഞ്ഞ് അന്വേഷിച്ചാൽ അന്വേഷിക്കുന്നവനും അന്വേഷണ വസ്തുവും ഒന്നായിത്തീരും. ഇപ്പം ആ അന്വേഷണത്തിന് അതിരി കൊളുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനതിരി കൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. നിർത്തിവെച്ചതല്ല. വൈറസ് ഒന്നുമില്ല അതിനകത്തൊന്നും. ഒരു വൈറസും കയറിയതല്ല, പുറത്തുനിന്ന് ആരും കമ്പ്യൂട്ടറിൽ കയറിയതല്ല. അതിൻ്റെ ഒരു പ്രോട്ടോൺ കണം അവർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1000 ഇലക്ട്രോൺസ് ചേർന്ന് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ കമ്പ്യൂട്ടർ മുഴുവൻ പോയി. അത് അതിനകത്തുനിന്ന് പോയതാ. അത് പുറത്ത് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ സാധനമാണ്. അത് വല്ലവനും കയറി. അത് തന്നെ കേൾക്കുമ്പോൾ അറിയത്തില്ല, ഇവന്മാർ ഇത്രയും സൂക്ഷ്മമായി മണ്ണിനടിയിൽ കൊണ്ടുവച്ച സാധനത്തിനകത്ത് വല്ലവനും കയറുകയാണെങ്കിൽ പിന്നെ ഇവൻ്റെ പരീക്ഷണത്തിൻ്റെ സുരക്ഷിതത്വം എന്തുവാ? അത്രയും ചിന്തിച്ചാൽ പോരെ? വേറൊരുത്തനും കയറാത്ത വിധത്തിൽ സുരക്ഷിതമായതിനകത്ത് വേറൊരുത്തൻ കയറിയെന്ന് പഴി പറയേണ്ടി വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ മോഡേൺ മെഡിസിനിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞ് സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, സകല ടെസ്റ്റ് നടത്തി നിങ്ങൾക്കൊരു രോഗമാണെന്ന് പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ടും എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നു. 12 ആശുപത്രിയിൽ പോയി, 12 സ്ഥലത്തും പരിപാടി ചെയ്തു. എല്ലാ പരിപാടിയിലും രോഗം എന്നാണെന്ന് നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി എവിടുന്നെങ്കിലും എള്ളരച്ചോ മഞ്ഞളരച്ചോ കഴിച്ച് രോഗം മാറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഴയ ഡയഗ്നോസിസ് തെറ്റാണ്. മനസ്സിലായില്ല? മാറിയതാണെന്നല്ല, പഴയ ഡയഗ്നോസിസ് തെറ്റാണ്. അപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ പോരെ, ഈ തെറ്റുന്ന ഡയഗ്നോസിസ് ഉള്ള നിങ്ങളെ എങ്ങനെ ഇനി അങ്ങോട്ട് വിശ്വസിക്കുക?
ചോദ്യം മനസ്സിലായില്ല, പിടിയിട്ടില്ല. അതാണ് ഈ കളി. ആ കളി തന്നെയാണ് ഈ കളി, ശാസ്ത്രജ്ഞന്റെ കളി. ഇത് തട്ടിപ്പോയതാണ് കമ്പ്യൂട്ടർ. ഇത് അറിയപ്പെടരുതാത്ത ദേവതകളുണ്ട്. മിക്കവാറും പരീക്ഷണം 20 കൊല്ലമാണ്. കഴിയുമ്പോഴേക്ക് ലോകമൊന്നും തീരെയല്ല, ഇതിലുൾപ്പെട്ട ആ ശാസ്ത്രം തീർന്നു കിട്ടും. പഴയ പോലെ നമുക്ക് മമ്മട്ടിയൊക്കെ എടുത്ത് സുഖമായിട്ടൊന്ന് ജീവിക്കാം, ഈ തട്ടിപ്പൊക്കെ നിർത്താം. അതിനുള്ള സാധ്യത നല്ലോലുണ്ട്. അത്രേ സംഭവിക്കുകയുള്ളൂ. കാരണം അറിയരുതാത്ത ദേവതയെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു തലം വരെ മനുഷ്യൻ്റെ അറിവിന് സ്ഥൂലമായി പോകാൻ പറ്റൂ എന്നറിഞ്ഞ് ആവശ്യമുള്ളത് അന്വേഷിക്കുക, ആവശ്യമില്ലാത്തത് തൽക്കാലം വേണ്ടെന്ന് വെക്കുക. ഫിലോസഫിക്കലായി അന്വേഷിക്കുക, അതിനപ്പുറം പോകരുത്. അതുകൊണ്ട് വളരെ ഭംഗിയായി പറഞ്ഞു. ഗാർഗി ഇരുന്നു. പിന്നെ പെട്ടെന്ന് കുഴപ്പമില്ല, പക്ഷെ ഇനിയും എഴുന്നേക്കും. അപ്പോൾ ഉദ്ദാലകൻ എഴുന്നേറ്റു. ഞാൻ മാതൃരാജ്യത്ത് കവിജ്ഞന് ഗന്ധർവൻ ആവേശിച്ച ഭാര്യയുണ്ടായിരുന്നു. ഞങ്ങൾ ഗന്ധർവനോട് ചോദിച്ചു ആരാണ്. അയാൾ പറഞ്ഞു കബന്ധനാണെന്ന്. അപ്പോൾ വളരെ പതഞ്ജലനോടും യാജ്ഞികരോടുമായ പരലോകവും എല്ലാ ഭൂതങ്ങളും ഏതിൽ കെട്ടപ്പെട്ട് വീഴാതെ നിൽക്കുന്നു, ആ ചരട് ഏതെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടെന്ന് മറുപടി പറഞ്ഞു. എന്നാൽ ആ അന്തര്യാമിയെ നിനക്കറിയാമോ കാപ്യ എന്ന് ചോദിച്ചു. ഈ ലോകത്തിൻ്റെയും എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരുന്ന് അവയെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്ന ആ അന്തര്യാമിയെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആ ചരട് ഏതെന്നും എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്ന് അവയെ നിയന്ത്രിക്കുന്നവൻ ആരെന്നും അറിയുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണവൻ. ഗന്ധർവൻ ഉത്തരം പറഞ്ഞു കൊടുത്തു, ഞാനും കേട്ടു. ഗന്ധർവൻ അവനോട് ഉത്തരം പറഞ്ഞു കൊടുത്തു, ഞാനും കേട്ടു. ആ ചരടും അന്തര്യാമിയും അറിയാതെയാണെങ്കിൽ അങ്ങയുടെ തല വീഴും, അല്ലെങ്കിൽ അതേതൊക്കെയാണെന്ന് പറഞ്ഞാലും. ഉടനെ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗൗതമ, ആ ചരട് വായുവാണ്. ഇതിനെ മുഴുവൻ കെട്ടി നിർത്തുന്നത് വായുവാണ്. വായുവിലാണ് ഈ ലോകവും പരലോകവും എല്ലാ ഭൂതങ്ങളും കെട്ടപ്പെട്ടിരിക്കുന്നത്. അതിനാലാണ് വായുവിനോട് വേർപെടുമ്പോൾ ഈ അംഗങ്ങളെല്ലാം ചിന്നിച്ചിതറിപ്പോകുന്നത്, അവയവങ്ങളൊക്കെ ചിന്നിച്ചിതറിപ്പോകുന്നത്. അപ്പോൾ മരിച്ചു എന്ന് പറയുന്നതും അന്തര്യാമിയെ പറയൂ. ആരാണോ പൃഥ്വിയുടെ ഉള്ളിലിരുന്ന് പൃഥ്വിയെ നിയന്ത്രിക്കുന്നത്, എന്നാൽ ആരെ പൃഥ്വി അറിയുന്നില്ലയോ, പൃഥ്വി ആരുടെ ശരീരമെന്ന പോലെ പ്രവർത്തിക്കുന്നുവോ, അതാണ് അന്തര്യാമി. അത് നിന്റെ അനശ്വരമായ ആത്മാവ് തന്നെ. ഗൗതമ, ജലം, അന്തരീക്ഷം, വായു, ദിലോകം, ആദിത്യൻ, ദിക്കുകൾ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഇരുട്ട്, വെളിച്ചം എന്നു വേണ്ട സർവഭൂതങ്ങളിലും, അതുപോലെ പ്രാണൻ, വാക്ക്, ചക്ഷുസ്, ശ്രോത്രം, മനസ്സ്, ത്വക്ക്, വിജ്ഞാനം എന്നിങ്ങനെ ഉള്ള ഇന്ദ്രിയങ്ങളിലും അവയുടെ വിഷയങ്ങളിലും നിന്ന് അവയെ നിയന്ത്രിക്കുകയും അവയാൽ അറിയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വസ്തു തന്നെയാണ് അന്തര്യാമി. അത് നിന്റെ ആത്മാവ് തന്നെയാണ്, അത് അനശ്വരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 7 ബ്രാഹ്മണങ്ങൾ കഴിഞ്ഞു. 8ാം ബ്രാഹ്മണത്തിൽ ഗാർഗി വീണ്ടും ഏറ്റു. ഇത്തവണ ഗാർഗി വെറുതെ അല്ല ഏറ്റിരിക്കുന്നത്. ഈ കാശി രാജാവോ ആദ്യം തന്നെ ഒരു ആമുഖം പറഞ്ഞു, ഹേ ബ്രഹ്മിഷ്ഠരെ, ഇനി ഈ മഹാസത്വനോട് ഞാൻ 2 ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതിനിവൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദണ്ഡ നമസ്കാരം ചെയ്ത് പിൻവാങ്ങാം. പിന്നെ ആർക്കും ഒന്നും ചോദിക്കാനുണ്ടാവില്ല. എന്നിട്ട് യാജ്ഞവൽക്യൻ്റെ നേരെ തിരിഞ്ഞു, ഹേ യാജ്ഞവൽക്യരെ, വീരനായ ഈ ജനക മഹാരാജാവോ കാശി രാജാവോ തൻ്റെ ഞാണയഞ്ഞ വില്ലിൽ വീണ്ടും കുലയേറ്റുന്നത് പോലെ ഞാൻ അങ്ങയോട് 2 ചോദ്യങ്ങൾ ചോദിക്കുക. ചോദിക്കണം ഗാർഗി എന്ന് അക്ഷോഭ്യമായി പറഞ്ഞു. ആ ചോദ്യങ്ങൾ അദ്ദേഹം വളരെ ഭംഗിയായി ചോദിക്കാനൊരുങ്ങി. ദ്യോവിന് മുകളിൽ ഭൂമിക്കു താഴെ രണ്ടിനുമിടയിൽ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും ഭൂതമെന്നും ഭവ്യമെന്നും ഭവിഷ്യത്തെന്നും ഉള്ള വസ്തുക്കൾ
ഏതിലാണ് ഓതവും പ്രോതവുമായിരിക്കുന്നത്? ഇപ്പം ചോദ്യത്തിൻ്റെ ദിശ മാറി. ഉത്തരവും പറഞ്ഞു, ആകാശങ്ങളിലാണ് ഗാർഗി. ഏതാണ് ആകാശം? ഏതൊന്നിൽ സർവവും ആശ്രയിച്ചു നിൽക്കുന്നുവോ ആ ആകാശം ഏതാണ്? യാജ്ഞവൽക്യരെ ഗാർഗി, അതാണ് അക്ഷരം, നാശമറ്റത്. ഇതിനെപ്പറ്റി ബ്രഹ്മജ്ഞാനികൾ സൂചിപ്പിക്കുന്നത് ഈ വാക്കുകൾ കൊണ്ടാണ്. അത് താഴെയല്ല, അത് മുകളിലല്ല, അത് വലുതല്ല, ചെറുതല്ല, കുറിയതല്ല, നീണ്ടതല്ല, ചുവന്നതല്ല, ഒഴുകുന്നതല്ല, അതിന് നിഴലില്ല, അത് വായുവും ആകാശവുമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല ഒന്നും, രസവും ഗന്ധവും അതിനില്ല, കണ്ണും ചെവിയും വാക്കും മനസ്സും ഇല്ലാത്തതാണ്, അതിനെ പ്രകാശിപ്പിക്കുന്ന തേജസ് ഒന്നും തന്നെയില്ല, പ്രാണനും അതുപോലെ തന്നെ അതിനില്ല, മുഖവുമില്ല, ഉള്ളും പുറവുമില്ല, അതൊന്നിനെയും ആഹരിക്കുന്നില്ല, അതിനെ ആരും ആഹരിക്കുന്നില്ല. ഇതാണ് ആ ആകാശം. അനശ്വരമായ ഈ വസ്തുവിൻ്റെ വരുതിയിലാണ് സൂര്യനും ചന്ദ്രനും നിയന്ത്രിതരായി നിൽക്കുന്നത്. അതുപോലെ ദ്യോവാപൃഥ്വികളും എന്ന് വേണ്ട നിമിഷങ്ങളും മുഹൂർത്തങ്ങളും രാപ്പകലുകളും പക്ഷങ്ങളും മാസങ്ങളും ഋതുക്കളും എല്ലാം ഈ ശക്തിയുടെ ശാസനയിലാണ്. മഞ്ഞണിഞ്ഞ മലകളിൽ നിന്നും കിഴക്കും പടിഞ്ഞാറുമായി ഒഴുകുന്ന നദികൾ പോലും ഈ ശക്തിയുടെ കീഴിലാണത് ചെയ്യുന്നത്. മനുഷ്യൻ ദാനശീലനായി ഇരിക്കുന്നതും പ്രശംസിക്കുന്നതും ദേവന്മാർ യാഗമനുഷ്ഠിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതും പിതൃക്കൾ ദേവീഹോമത്തെ പിന്തുടരുന്നതും എല്ലാം ഈ ശക്തിയാലാണ്. ഈ മഹാശക്തിയുടെ നിയന്ത്രണത്താലാണ് എല്ലാം. ഗാർഗി, ഈ അനശ്വരമായ ശക്തിയെപ്പറ്റി അറിയാതെ ആര് ഈ ലോകത്ത് 1000 വർഷങ്ങൾ ഹോമവും യാഗവും തപസ്സും അനുഷ്ഠിക്കുന്നുവോ അതെല്ലാം തന്നെ അയാളെ സംബന്ധിച്ച് നിസ്സാര ഫലത്തെ മാത്രം ഉണ്ടാക്കുന്നവയാണ്. ആ അനശ്വര ശക്തിയെ അറിയാതെ ലോകത്തിൽ നിന്ന് പോകുന്നവൻ കൃപണനാണ്. കൃപണൻ, മന്ദത, കുൽസിതത, വ്യസനപ്രാപ്തത. കൃപണസ്തു കൃമൗ പുംസി മന്ദകുൽസിതയോ സ്തൃഷു. ഇതുള്ളവനാണ് കൃപണൻ. ആ മഹാശക്തിയെ അറിയുന്നവൻ ബ്രാഹ്മണനാണ് ഗാർഗി എന്ന് പറഞ്ഞ് പരിപാടി തീർത്തു. ഇതോടുകൂടി 8ാം അധ്യായവും തീർന്നു. ബൃഹദാരണ്യകത്തിലെ ഏറ്റവും മനോഹര മുഹൂർത്തങ്ങളിലൊന്നാണ് ഈ രംഗം. ഇത് കഴിഞ്ഞാൽ ഇതാ ബൃഹദാരണ്യകത്തിൽ തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കണം. വീണ്ടും ജനകനുമായുള്ള 2 പ്രസിദ്ധ സംവാദങ്ങളുണ്ട്, വളരെ പ്രസിദ്ധങ്ങളായ. ഒന്ന് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ സംബന്ധിക്കുന്നത്. അതിൻ്റെ വരവ് തന്നെ ഗംഭീരമാണ്. യാജ്ഞവൽക്യൻ ഇത്തവണ കയറി വരുമ്പോഴേ യാജ്ഞവൽക്യൻ ആദ്യം തീരുമാനിച്ചു, ഇത്തവണ ഞാൻ വാ പൊളിക്കില്ല. പക്ഷെ ജനകന്റെ മുമ്പിലെത്തിയതും ജനകൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, ഏതാണ് യാജ്ഞവൽക്യരെ മനുഷ്യന്റെ വെളിച്ചം? വെളിച്ചം. ഉടനെ യാജ്ഞവൽക്യന് വാ തുറക്കേണ്ടി വന്നു. സൂര്യനാണ്. സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ വാക്കാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്ക് പിൻവാങ്ങുകയും ചെയ്താൽ ആത്മാവാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാം കാണുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ ജനകൻ പറയുന്നു, ഈ രാജ്യവും എല്ലാം അങ്ങയുടേതാണ്, ഞാൻ അഭയത്തിലായിരിക്കുന്നു ഗുരു. അത്ര ഗംഭീരവും നാടകീയവുമായൊരു മുഹൂർത്തമാണ് അടുത്ത സംവാദം. അതിനടുത്തത് ഇത്തവണ യാജ്ഞവൽക്യൻ വരുമ്പോൾ ജനകൻ ചോദിച്ചു, ധനത്തിനു വേണ്ടിയാണോ അറിവിന് വേണ്ടിയാണോ ഈ യാത്ര? രണ്ടിനുമല്ലാതെ യാജ്ഞവൽക്യൻ പോകാറില്ലല്ലോ എന്ന് അടുത്തേടി. തീർത്ത് തട്ടുന്ന തട്ടാണ്. അപ്പോഴാണ് ഇരുന്നിട്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെക്കുറിച്ച് ഗംഭീരമായൊരു ഇതിവൃത്തം. അതിലെ ഉദാഹരണങ്ങളൊക്കെ സൂപ്പർബാണ്. ആകാശത്തു പറക്കുന്ന ചക്കിപ്പരുന്തോ കൃഷ്ണപ്പരുന്തോ തൻ്റെ ചിറക് കുഴഞ്ഞു കൂട്ടിലേക്ക് പോകുന്നത് പോലെയാണ് ജീവൻ ജാഗ്രത് സ്വപ്നങ്ങളാകുന്ന അന്യഥാലോകങ്ങളിൽ വിഹരിച്ച് സ്വസ്വരൂപമായ സുഷുപ്തിയിലേക്ക് പോകുന്നത്. അതാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ട്. എങ്ങനെയാണോ ഒരു മഹാമത്സ്യം ഒരു മഹാനദിയുടെ ഒരരികിൽ നിന്ന് ഒഴുക്കിനെ മുറിച്ച് മറ്റേ അരികിലേക്ക് യാത്രയാകുന്നത്, അതുപോലെയാണ്
ജാഗ്രതും സ്വപ്നവുമായ ഓളങ്ങളെ മുറിച്ച് സുഷുപ്തിയിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള നല്ല സിംബോളിക്കായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും ഒക്കെ വെച്ചുള്ള ഗംഭീര സാധനമാണ്. അതീവ ഹൃദ്യമാണ് ബൃഹദാരണ്യകം. ഇനിയും പറയാൻ ഒത്തിരിയുണ്ട്. നമുക്കത് ഇനിയൊരിക്കലാവാം. കാരണം നിങ്ങളെ ബൃഹദാരണ്യകം പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിനെങ്കിലും കഴിഞ്ഞാൽ എൻ്റെ ഈ ഉദ്യമം സഫലമായി എന്നെനിക്ക് കരുതാം. ഞാൻ പറഞ്ഞതിൽ നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മണ്ണിൻ്റെയോ ഇവിടെ ജീവിച്ച ഉത്തമോത്തമനായ, കാരണം ഉപനിഷത്തിൻ്റെ സാരാംശങ്ങളെ മുഴുവൻ ഒരു ചിമിഴിലൊതുക്കി തൻ്റെ പ്രകൃഷ്ടകൃതികളിലൂടെ ലോകത്തിന് നൽകിയ വേദാർത്ഥ ബൃംഹിതമായിരിക്കുന്ന അഹിംസയെ തൻ്റെ ജീവകാരുണ്യ നിരൂപണത്തിലൂടെയും വേദ അധികാരത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി വേദാധികാര നിരൂപണത്തിലൂടെയും താൻ കണ്ട മഹാവാക്യ സംസ്കൃതികളെ മുഴുവൻ, പ്രത്യേകിച്ചും തത്വമസിയുടെ മഹാവാക്യോപദേശത്തെ മുഴുവൻ അദ്വൈത ചിന്താപദ്ധതിയിലൂടെയും അതുപോലെ തന്നെ നിജാനന്ദ വിലാസത്തിലൂടെയുമൊക്കെ നൽകിയ അദൃശ്യപ്രഭാവനായ ഒരു യതിവര്യൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായ സ്ഥലത്ത് വരുമ്പോൾ ഏത് മണ്ടനും ബുദ്ധിമാനായി പോയേക്കുമെന്നുള്ള പ്രമാണത്തിലായിരിക്കാം നിങ്ങളോട് ഇത്രയുമൊക്കെ പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുക. കാരുണ്യവാനായ ആ ഋഷിയുടെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഇവിടെ വരുവാനും നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കുവാനും ഇടയാക്കിയ നല്ല മുഹൂർത്തങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ, എൻ്റെ ശൈലിയിൽ, എൻ്റെ വ്യാകരണങ്ങളിൽ ഒക്കെ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ ഭത്സനം എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞത് നല്ലതൊന്നും എൻ്റെയല്ല എന്നെനിക്ക് കൃത്യമായി അറിയാം. പാരമ്പര്യം ഒസ്യത്തായി തന്ന ആ മഹത്വചനങ്ങൾക്ക് പാരമ്പര്യ പ്രതിഷ്ഠിതമായ ആ പരാവരയെ ദർശിച്ചിട്ടുള്ള പൂർവാചാര്യന്മാരുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അവർക്കായിരിക്കട്ടെ നിങ്ങളുടെ നമസ്കാരങ്ങളെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. ഓം തത്സത്തെന്ന വേദപ്പൊരുൾ അനവരതം പ്രജ്വലിക്കുന്ന ദിവ്യസ്വാന്തശ്രീ പൂണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു വിദ്യാധിരാജ തൃപാദപത്മം തൊഴുന്നൻ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നൻ. ഗംഗാ സംഗീത മൗലിയിൽ ഭണിഗണം കൊണ്ടുള്ള മാല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം പാതി ഗിരീന്ദ്രകന്യക തനിക്കായിട്ടു നൽകിയിടുവോൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനെനിക്കേറ്റം തുണച്ചിടണം. ഹരി ഓം.